നമ്മളെ സേവിക്കുമോ എന്നാൽ പട്ടികളെ സേവിക്കുമോ? പച്ചയ്ക്ക് നോക്കിയോ? ഇവർക്ക് നാണവും മാറിയില്ല. ഒരു ഒറ്റ നടത്തിന് അടിപ്പിക്കരുത്. ഉളുപ്പില്ല അങ്ങനെ പട്ടി ഓടി നിങ്ങളങ്ങോട്ട് മുമ്പോട്ട് ചെല്ലിയ കടിക്കുമെന്ന്. അടിച്ചു കൊല്ലല്ലേ നിങ്ങളകത്താവും. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വാർത്തയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാത്തമ്പ്ര ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പട്ടികളുടെയും പന്നികളുടെയും ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. പട്ടിയും പന്നിയും കാരണം മനുഷ്യർക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ട്, മരണം വരെ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും അധികാരികളെല്ലാം ഉറക്കത്തിലാണ്, ഉറക്കം നടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല ഉറക്കം വരുന്ന അധികാരികളും കാണും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോഴാണ് ഒരു മനുഷ്യൻ താണ്ട് ഇവിടെ പട്ടിയുടെ വേഷം കെട്ടി കിടക്കുക. കടിക്കോ? ഇത് കടിക്കോ? കടിക്കും. ഈ പട്ടികളും പന്നികളും കാരണം മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാൻ ആരുമില്ല, അധികൃതരോ അധികാരികളോ ആരുമില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവരുടെ മുന്നിലേക്കാണ് നജീം കളങ്കര എന്ന് പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ ദിവസങ്ങളായിട്ട് ഈ ഒരു പട്ടിശല്യത്തിനെതിരെ, ഈ ഒരു നായ്ക്കളുടെ ശല്യത്തിനെതിരെ വലിയൊരു പ്രതിഷേധവുമായിട്ട് മഞ്ചേശ്വരത്ത് നിന്ന് ഒരു വീൽ ചെയറുമായിട്ട് നജീം കളങ്കര എന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ യാത്ര തിരിച്ചിരിക്കുന്നത്. കാരണം അധികാരികളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക, ഇതിന് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം, അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇന്നിപ്പോൾ 52 ദിവസമാണ് നമ്മുടെ മഞ്ചേശ്വരത്തു നിന്നാണ് ഈ ഒരു ആരംഭിച്ചത്. ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാര്യം എന്താണ് അതിൻ്റെ മെയിൻ? എൻ്റെ വീട്ടിലാരെയും പട്ടി അടിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ആരെയും പട്ടി അടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. ബൈക്ക് യാത്രക്കാരുണ്ട്. ഇവിടെ എല്ലാം എത്ര ബൈക്ക് അപകടം നടന്നിട്ടുണ്ട്. നിരവധി ആൾക്കാർ മരണപ്പെടുന്നു. 4 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ മുഖം കാണുമ്പം എനിക്കൊന്നും ഉണ്ടായിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇന്നലെ 15 പേരെ പട്ടി അടിച്ചു. പേപ്പട്ടി 15 പേരെ. അത് ചേർന്ന് അധികാരികൾ ഉറക്കമാണ്. പിന്നെ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ നല്ല ഉറക്കം വരും. ഇപ്പൊ ഉണരും. ഇപ്പൊ ഇത്തരം വിഷയം ഇപ്പൊ ഉണരും. ഇത് 5-6 ദിവസത്തെ കഴിയുമ്പോൾ വീണ്ടും നല്ല ഉറക്കം വരും. കൂർക്കം വലിച്ചു. സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ ഈ ഇതിലേക്കൂടെ പോകുന്ന ബൈക്കിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീട്ടുകളിൽ നിങ്ങൾ എന്തിനാണ് പൂക്കണ്ണീരുമായിട്ട് കളുന്നത്? ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി റോഡിൽ നിന്ന്, അന്നേരം ചെല്ലും റീത്തും കണ്ണീരുമായിട്ട് നിങ്ങൾക്ക് നാണം മാറിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് നോക്കിയോ? ഇവർക്ക് നാണവും മാറിയില്ല. ഒരു ഒറ്റ നടത്തിന് അടിപ്പിക്കരുത്. ഉളുപ്പില്ല അങ്ങനെ. ഇവർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഇവർക്കില്ല രാവിലെയും വൈകിട്ട് സർക്കസ് ചെയ്യാനുള്ള വീട്ടിൽ ഇതുണ്ടല്ലോ, സൈക്കിൾ ഓട്ടുന്നത്. അന്നേരം ഇവർക്ക് കടിയാക്കാൻ നിങ്ങൾ പുറത്തിറങ്ങി കളിക്കും. ഒരു തെരുവിൽ അന്ന് ഇറങ്ങി കളിക്കണം. പട്ടി ആണ്ട ഇത് കടിക്കും. പിന്നെ ഈ തെരുവ് നായ്ക്കളെ ഇഷ്ടപ്പെടാനൊന്നുമല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ പഞ്ചായത്തുകാർ, നിങ്ങൾ ഈ ബന്ധപ്പെട്ട അധികാരികൾ ഭയങ്കര അഴിമതിയാണ് കാണിക്കുന്നത്. കാരണം ഇത് പട്ടി തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇവിടെ ഒരു വന്ധീകരണം നടത്തി ഇവിടെ ഒരു ചെവിയും വരയ്ക്കും, പെയിന്റ് പണിയും. ഇവിടെ നിങ്ങൾ ടേപ്പ് വെച്ചോട്ടിരിക്കും. എന്നിട്ട് എൻ്റെ വീട്ടിലെടുത്തൊരു 10 പട്ടിയെ പിടിക്കും. ഈ പട്ടിയെ കൊണ്ട് ഇയാളെ ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ ആക്കുമ്പോൾ പുതിയ പട്ടികൾ നമ്മളെ കയറി കടിക്കും. ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുക. ഞാൻ ചോദിക്കുന്നതല്ല. ഇവര് നമ്മളെയാണോ സ്നേഹിക്കുന്നത്? നമ്മളെ സേവിക്കുമോ എന്നാൽ പട്ടികളെ സേവിക്കുമോ? അല്ല, എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കുക. പട്ടികൾക്കും പന്നികൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ 100 ആൾക്കാരുണ്ട്. ഒരു മനുഷ്യൻ ചത്തി ഞാൻ ഒരു പട്ടിയുടെ പോലെ വിളിയും തരുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പട്ടി ജന്മമായിട്ട് കിട്ടിയായിരുന്നു. പട്ടിയായിട്ട് രക്ഷപ്പെടായിരുന്നല്ലോ. ഒരുത്തനും തൊടത്തില്ല. 4 വർഷമല്ലേ ആദ്യം ചോദിക്കാനും പറയാൻ ആളുണ്ട്. അകത്താ. ഇതിനെ കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് പഞ്ചായത്ത് വന്ധീകരിച്ചിട്ട് ഒരു സ്ഥലം അവർക്ക് പറ്റുന്ന ഒരു 1/2 ഏക്കർ അല്ലെങ്കിൽ 10 സെന്റ് വസ്തു കണ്ടെത്തിയിട്ട് ഇതിനെ തെരുവിന്ന് ഉടായ്പ കാണിക്കുക. വന്ധീകരണം നടക്കും. ഇവിടെ ഒന്നേ അടിക്കും. ഞാൻ ആൾക്കാരടുത്ത് മൊത്തം കൂട്ടിക്കൊണ്ട് പറയാം, നിങ്ങളെ ഉടായ്പ കാണിച്ചാൽ നിങ്ങളെ അടിക്കുകയും നല്ല രീതിയിൽ വന്ധീകരിച്ചിട്ട് ഇതിനെ മാറ്റണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ യാത്രയൊക്കെ അവസാനിപ്പിക്കാം. ഇത് തെരുവുന്നായ 2ാം വിഷയമാണ്. ഇനിയും വരും എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വീട്ടുകളിൽ പട്ടിയെ കയറ്റും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇനി വരുമെന്നാൽ നിങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിലും ബന്ധപ്പെട്ട അധികാരി ആരൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പട്ടിയെ കൊണ്ട് കയറും. പുതിയ ജനങ്ങളെ കൊണ്ടുവരും.
ഇനി അതേ നടക്കത്തുള്ളൂ. നല്ല രീതിയിൽ വന്ധീകരിച്ച് സ്ഥലം കണ്ടെത്തി അതിനെ അങ്ങോട്ട് മാറ്റുക. അല്ലാതെ വന്ധീകരണം എന്ന് പറഞ്ഞ് നടക്കണ്ട. വന്ധീകരണം വേണ്ട. നമ്മുടെ ഈ യാത്രയുടെ വന്ധീകരണം ഉടായ്പ. വന്ധീകരണത്തിന് വേണ്ടി പൈസ മുക്കാനുള്ള പരിപാടിയാണ്. ഈ ചെരുപ്പ് നടക്കുന്ന കാര്യം എന്താ അറിയോ? നമ്മളൊരു 500 രൂപ ഒരു ചെരുപ്പ് മേടിച്ചു. ആ ചെരുപ്പ് പോലും നമ്മുടെ മുറ്റത്തിടാൻ പറ്റുന്നില്ല. ഇല്ലേ? ചെരുപ്പ് പോലും ഇടാൻ പറ്റത്തില്ല. ചെരുപ്പ് 4-5 കഷ്ണങ്ങളാക്കി വലിച്ചു മുറിക്കളയുക. ഇത് വരണ വഴിക്ക് പട്ടി എടുത്തോണ്ട് പോയതാണോ ചെരുപ്പ്? എടുത്തോണ്ട് പോയി. പന്തി വെച്ചിരുന്നു. ആന്നല്ലേ? പിന്നെ മേടിച്ചിട്ടില്ല. ഒരു ദിവസം ഇട്ട് പിന്നെ ചെരുപ്പില്ല നടക്കും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആകുമ്പോൾ ചാടി എണീറ്റ് എന്തിനാ ഇങ്ങനെ ഒലിക്കുന്നത്? ഇതിന് അന്തിമ ഒരു തീരുമാനം എടുക്കും. ജനങ്ങളെ കൂട്ടിലാക്കണം, അല്ലെങ്കിൽ പട്ടികളെ കൂട്ടിലാക്കണം. അതില്ലേ അല്ല, നമുക്ക് ഹൗസത്തോട് പുറത്തിറങ്ങി നടക്കണം. എന്തായാലും ജനിച്ചു പോയില്ലേ, കൂട്ടിലാക്കേണ്ടതായിട്ട് വരും. ജനങ്ങളെ കൂട്ടിലാക്കേണ്ടതായിട്ട് വരും. കൂട്ടിലാക്കും, പട്ടികളെ തുറന്നും വിടും. അതേപ്പം എടുത്തോളാം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനെ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പഞ്ചായത്തിൽ ഇരിക്കുന്നവരൊക്കെ ആയാലും നിങ്ങൾക്കും ഉണ്ട് കൊച്ചുങ്ങൾ. പട്ടിയുടെ കടിയാക്കുമ്പോൾ എല്ലാവർക്കും വേദന ഒന്നാ. അവരൊന്നും വെളിയിറങ്ങുന്നില്ല, അവരൊക്കെ കാറിലേ പോകുന്നത്. സാധാരണക്കാരന്റെ മക്കളാണ് ഈ റോഡിൽ കൂടെ നടന്നും ബൈക്കിലൊക്കെ പോകുന്നത്. അന്നേരം എനിക്ക് പറയാനുള്ളത് എത്രയും പിടി ഇതിനൊരു തീരുമാനം എടുത്തില്ല. തീരുമാനം എടുത്തേ പറ്റൂ. നീ മൂന്നാമത് എന്നെ കൊണ്ട് യാത്ര നിൽക്കരുത്. വന്നാൽ നിങ്ങളുടെ ഇടങ്ങേറാം. ഒന്നീ എന്നെ കൊല്ലണം വൈകിട്ട്, അല്ലാതെ ഞാൻ മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 1-ാം തീയതിയാണ് എനിക്ക് ഉദ്ദേശം ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം. ഈ വീഡിയോ കാണുന്നവരൊക്കെ എൻ്റെ ഈ കോണ്ടാക്ട് നമ്പർ അത് തന്നെയാണ്. ആ ഫോൺ നമ്പർ പൂജയാണ്. വിളിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ വേണം ഇത് കൊണ്ട് കൊടുക്കാൻ. എൻ്റെ കാലം നിങ്ങൾക്ക് വേണ്ടിയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അന്നേരം ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്നത് ശരിയല്ല. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഈ പരാതി കൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലും പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് കൊണ്ടു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. കാരണം ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം നമ്മുടെ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമമായിട്ട് ഇറങ്ങിയത്. കാരണം നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഇതിന് എതിരായിട്ടൊന്നും ഇതുവരെയും നടപ്പാക്കുന്നുമില്ല. അപ്പോൾ ഉറക്കം നടിക്കുന്ന അധികാരികൾക്കും അധികൃതർക്കും കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ണ് തുറപ്പിച്ച് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നജീം കളങ്ങര എന്ന ഈ ഒരു പ്രിയപ്പെട്ട സഹോദരൻ 50 ദിവസത്തിന് മുകളിലായിട്ട് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ ഒരു വീൽ ചെയറിൽ ഈ ഒരു യാത്ര തിരിച്ചിരിക്കുന്നത്, പ്രതിഷേധ യാത്ര തിരിച്ചിരിക്കുന്നത്. അധികൃതർ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ. അപ്പോൾ മറ്റൊരു വാർത്തയും മറ്റൊരു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.